ചില നിയോഗങ്ങളുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആ നിയോഗങ്ങളിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും. 50-ൽ കൂടുതൽ ആളുകൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചൊരു വാട്സപ്പ് ഗ്രൂപ്പ് 600 ആളുകളുടെ മുകളിൽ എത്തി നിൽക്കുമ്പോൾ, കുവൈറ്റിൽ തന്നെയുള്ള എഴുത്തുകാരെ പരിചയപ്പെടാൻ അവസരം കിട്ടുമ്പോൾ ആരോടാണ് നന്ദി പറയേണ്ടത്? വിരസമായി പോകുമായിരുന്ന പ്രവാസ ജീവിതത്തിൽ വായനയെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കിട്ടുന്ന സന്തോഷം ഏത് വാക്കുകൾ കൊണ്ടാണ് വർണ്ണിക്കാനാവുക? വായന ഇഷ്ടപ്പെടുന്നവരിലേക്ക് ബുക്കുകൾ എത്തിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ. ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച ഇളനീർ എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ മധുപാൽ സാറിനെ കാണാനും സംസാരിക്കാനും പറ്റുമെന്ന്. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്, വായന തരുന്ന ഭാഗ്യം. നമ്മുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനെ പറ്റി വളരെ സന്തോഷത്തോടെയാണ് സാർ കേട്ടതും നമ്മളോട് സംസാരിച്ചതും. സാറിൻ്റെ തന്നെ ബുക്കിൽ ആശംസ എഴുതി തന്നത് വലിയൊരു അംഗീകാരമായി ഞങ്ങൾ കാണുന്നു. കുവൈറ്റിലുള്ള നമ്മുടെ വായനാ കുടുംബത്തിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ താഴെ പ്ലീസ് ആഡ് എന്ന് കമൻറ്റ് ചെയ്യുക. ഹായ് എന്ന മെസ്സേജിന് പലപ്പോഴും റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. പലതരത്തിലുള്ള ആൾക്കാരുള്ള സോഷ്യൽ മീഡിയയിൽ വെറും ഒരു ഹായ്ക്ക് റിപ്ലൈ കൊടുക്കുക ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. ഈ പ്രവാസ ഭൂമിയിൽ മലയാളത്തിൻ്റെ സുഗന്ധം പരത്തിക്കൊണ്ട് നമ്മുടെ വായനാ കുടുംബം വളരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.